ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇതുവരെ നാം വിഷ്ണു സഹസ്രനാമത്തിലെ പ്രാരംഭ ശ്ലോകങ്ങളെല്ലാം കണ്ടു. ന്യാസവും ധ്യാന ശ്ലോകങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ മഹാവിഷ്ണുവിന്റെ 1000 നാമങ്ങൾ അല്ലെങ്കിൽ സഹസ്രനാമം ജപിച്ചാൽ മനുഷ്യർക്ക് മോക്ഷം ലഭിക്കും എന്നാണ് ചുരുക്കത്തിൽ ഭീഷ്മാചാര്യര് യുധിഷ്ഠിരനോട് പറയുന്നത്. അത് മനസ്സിലായി. പക്ഷേ എന്താണ് ഈ മോക്ഷം എന്ന് പറയുന്നത്? അതുകൂടെ മനസ്സിലായാലല്ലേ അതിന്റെ ഫലം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നാം എന്തോ മോക്ഷം എന്ന് പറയുന്ന എന്തോ ഒന്ന് കിട്ടാനായിട്ട് കാത്തിരിക്കും. അത് കിട്ടിയോ ഇല്ലയോ എന്നിട്ട് അറിയുകയുമില്ല. അപ്പൊ എന്താണ് ഈ മോക്ഷം? എല്ലാവരും പറയുന്ന മോക്ഷം ഒന്ന് തന്നെയാണോ? പലരും പറയും എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നയിക്കുമെന്ന്. പക്ഷെ അത് ശരിയാണോ? എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണോ? എല്ലാ മതങ്ങളും മോക്ഷമാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ പലരുടെയും മോക്ഷം എന്ന സങ്കല്പം വളരെ വ്യത്യാസമാണ്. രണ്ടുപേര് പറയുന്ന മോക്ഷം ഒന്ന് തന്നെ ആയിരിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പം ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ പറയുന്നത് ഭൂമിയിൽ നിന്ന് വേറിട്ട് ഭൂമിക്ക് പുറത്ത് മുകളിൽ ഒരു സ്വർഗമുണ്ട്, ജന്നത്തുണ്ട്, അവിടെയാണ് ചെല്ലേണ്ടത്, അതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അവിടെയാണെങ്കിൽ മാലാഖമാരും ഹൂറികളും അപ്സരസുകളും ഒക്കെ ഉണ്ട്. മദ്യവും മദിരാക്ഷിയും ഒക്കെ സുലഭമാണ്. ഒന്നും അറിയണ്ട, എല്ലാം കഴിച്ച് സുഖമായിട്ട് കഴിഞ്ഞാൽ മതി. ആ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ താമസിക്കാം, വേറെ എങ്ങോട്ടും പോകണ്ട, അത് ശാശ്വതമാണ് എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. ഇനി നമ്മുടെ ഇന്ത്യയിലും ഭാരതത്തിലും പല വിഭാഗങ്ങളും ഇങ്ങനെ ഒരു സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. ചിലർ ഇതിനെ വൈകുണ്ഠം എന്ന് പറയും, ചിലര് കൈലാസം എന്ന് പറയും, മറ്റു ചിലർക്കത് ഗോലോക വൃന്ദാവനം, പിന്നെ പലരും പല പേരിൽ പറയുന്നുണ്ട്. ഇത് എല്ലാം ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു ലോകമാണ്. മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ പുണ്യം ചെയ്യുന്നവർ അവിടെ പോകും, അവിടെ താമസിക്കും, അവിടെയാണ് പിന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. പുണ്യം ചെയ്യുന്നവര് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തി അവിടെ താമസിക്കും, അത് ശാശ്വതമായിട്ടുള്ള ഒരു സ്ഥാനമാണെന്നാണ് പറയുന്നത്, പലരും വിശ്വസിക്കുന്നത്. എന്നാൽ സനാതന ധർമ്മത്തില്, വൈദിക ധർമ്മത്തില് നാം ഇവിടെ പറയുന്ന മോക്ഷം വ്യത്യസ്തമാണ്. അത് സനാതന ധർമ്മത്തിലും സ്വർഗവും ഉണ്ട്, നരകവും ഉണ്ട്. നമ്മുടെ വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് സ്വർഗവും നരകവും ഒക്കെ. പക്ഷെ അതൊന്നും ശാശ്വതമായിട്ടുള്ള ഒന്നല്ല. ഈ ജീവിതം കൊണ്ട് ആർജിക്കുന്ന പുണ്യവും പാപവും ഒക്കെ അനുഭവിക്കാനായിട്ട് താൽക്കാലികമായി ഒരു ജീവൻ പോകുന്ന സ്ഥലമാണ് സ്വർഗവും നരകവും. പുണ്യം തീരുമ്പോൾ സ്വർഗത്തിൽ നിന്നും, പാപം തീരുമ്പോൾ നരകത്തിൽ നിന്നും തിരിച്ച് മർത്യലോകത്തിൽ തന്നെ എത്തും. അത് ഭഗവാൻ കൃഷ്ണൻ ഗീതയിലും പറയുന്നുണ്ടല്ലോ, ക്ഷീണേ പുണ്യേ മർത്യലോകം വിസന്തി. അപ്പൊ പിന്നെ മോക്ഷം എന്താണ്? സ്വർഗത്തിൽ പോയാലും അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല, നരകത്തിൽ പോയാലും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ മോക്ഷം എന്ന് പറയുന്നത് പിന്നെ എന്താണ്? അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് എന്താണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യങ്ങൾ എന്ന് ഒന്ന് നോക്കാം. നമ്മള് മോക്ഷത്തിനായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. മോക്ഷം മാത്രമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, അതിന് മാത്രം വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പൊ ശാസ്ത്രങ്ങളിൽ ഇതിനെ പുരുഷാർത്ഥം എന്നാണ് പറയുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണുങ്ങൾ എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷൻ എന്ന് പറയുന്നത്. അർത്ഥം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്, അതിനെ അർത്ഥം എന്ന് പറയും. അതായത് പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിത ലക്ഷ്യം. ഇത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ, മറ്റു മൃഗങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ലക്ഷ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ ലക്ഷ്യമല്ല ഉള്ളത്. പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ സമയം കളയുന്നത്. എന്നാലും ഈ ജീവിത ലക്ഷ്യങ്ങളെല്ലാം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് അർത്ഥമാണ്. ധർമാർത്ഥ കാമം എന്നാണ് പറയുന്നതെങ്കിലും അർത്ഥമാണ് ആദ്യത്തെ പുരുഷാർത്ഥം. കാരണം ഇതാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ള ലക്ഷ്യമാണ് ഇത്.
അതായത് ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ വസ്തുക്കളാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത്. ജനിച്ച ഉടനെ തുടങ്ങി നിലനിൽപ്പിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള മനുഷ്യന്റെ തിരച്ചിലാണ് അത് ഈ അർത്ഥത്തിന് വേണ്ടിയുള്ളതാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവയൊക്കെയാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത്. അതുകൂടാതെ വിദ്യാഭ്യാസം, ജോലി, പണം, ഇൻഷുറൻസ് ഇതെല്ലാം ഇതിന്റെ കൂടെ വരും. അതൊക്കെ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളാണ്. അതില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല. അടുത്തത് കാമമാണ്. സുരക്ഷ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെയുള്ള ലക്ഷ്യങ്ങൾ നമ്മുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഉപകരണങ്ങളാണ്. ഇവയാണ് കാമപുരുഷാർത്ഥം എന്ന് പറയുന്നത്. TV, ഫ്രിഡ്ജ്, കാറ് തുടങ്ങി അത്യാവശ്യമില്ലാത്തതും എന്നാൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമാണ് ഇതിൽ പലതും. ഇപ്പൊ കാറും TVയും ഫ്രിഡ്ജും ഒന്നും അത്യാവശ്യമില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലത്ത്. ഇതെല്ലാം ഏതാണ്ട് അർത്ഥത്തിന്റെ കൂടെ ആയിക്കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇതെല്ലാം കൂടുതൽ ലക്ഷറിയാണ്. അതിനാണ് കാമം എന്ന് പറയുന്നത്. പലരുടെയും ജീവിതത്തിൽ ഈ രണ്ട് പുരുഷാർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജീവിതം മുഴുവൻ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. പലർക്കും അതിൽ കൂടുതലൊന്നിനെ കുറിച്ച് അറിയലെന്നില്ല. പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ, ഇന്ത്യക്ക് ഭാരതത്തിന് പുറത്തുള്ള കൺട്രീസിൽ ഇത് രണ്ടും അല്ലാതെ മറ്റൊരു പുരുഷാർത്ഥമുള്ളതായിട്ട് തന്നെ അവർക്ക് അറിയില്ല. പ്രത്യേകിച്ച് മൂന്നാമത്തെ പുരുഷാർത്ഥമായ ധർമ്മം, പിന്നെ മോക്ഷം എന്ന് പറയുന്നതൊന്നും അവർക്ക് അറിയുന്നില്ല. അവരുടെ കൾച്ചറിൽ അതില്ല. ഇനി അടുത്ത ധർമ്മമാണ്. ധർമ്മം എന്ന വാക്ക് വളരെ ആഴത്തിലുള്ള അർത്ഥമാണ് അതിനുള്ളത്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽ. ഈശ്വര നിയമങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച നിയമങ്ങൾ, ശാസ്ത്രം, ശാസ്ത്ര നിയമങ്ങൾ, ആ നിയമങ്ങളൊക്കെ പാലിച്ചാൽ ലഭിക്കുന്ന പ്രയോജനങ്ങൾ, ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, എന്നിങ്ങനെ എല്ലാം ഈ ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥത്തിൽ വരും. പക്ഷെ നമുക്ക് ഈ പുരുഷാർത്ഥത്തിന്റെ കൂടി ആയതുകൊണ്ട് അതിന്റെ ലളിതമായിട്ടുള്ള ഒരു അർത്ഥം എടുക്കാം. നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ആ അർത്ഥത്തില് ധർമ്മം എന്ന് പറയുന്ന ഒരു അദൃശ്യ സമ്പത്താണ്. നമുക്ക് കാണാൻ പറ്റില്ല. അത് ഭാഗ്യം, പുണ്യം എന്നൊക്കെ ഇതിനെ പറയും. ഇത് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങളും നല്ല കാര്യങ്ങളൊക്കെ വരും. അതായത് ഇപ്പോൾ ലോട്ടറി അടിക്കുക, ശുക്രദശ വരിക, നല്ല കാലം വരിക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതൊക്കെ ഈ ധർമ്മം എന്ന് പറയുന്നത് തന്നെയാണ്. ശാസ്ത്രധർമ്മം അനുസരിച്ച് ജീവിച്ചും ധർമ്മകാര്യങ്ങൾ ചെയ്തും സമ്പാദിക്കാവുന്ന പുരുഷാർത്ഥമാണ് ഇത്. ഈ ധർമ്മം നമുക്ക് രണ്ട് വിധത്തിലാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്. ഒന്നാമത്തേത്, ഈ ജീവിതത്തിൽ തന്നെ, ഈ ലോകത്തിൽ തന്നെ നമുക്ക് അർത്ഥവും കാമവും നേടാനുള്ള ചാൻസും അതിനുള്ള ഇതൊക്കെ കൂടുതൽ അഭിവൃദ്ധിപ്പെടും. അതായത് കാമാദി പുരുഷാർത്ഥങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താൻ ഇത് ഉപകരിക്കും. അതുപോലെ തന്നെ അടുത്ത ജന്മത്തിലെ ആദ്യകാല ജീവിതം സുഖപ്രദമാക്കാനും ഈ ജന്മത്തിൽ ആർജിക്കുന്ന ധർമ്മങ്ങൾ സഹായിക്കും. ഇപ്പൊ നമ്മളൊരു ഒരു ജന്മം എടുക്കുമ്പം ആദ്യത്തെ കുറെ കാലം, ബാല്യകാലമൊക്കെ ഒന്നും നമ്മുടെ പ്രയത്നം കൊണ്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ കിട്ടുന്നത് അതിൽ നമ്മുടെ പ്രയത്നം ഇല്ലല്ലോ. ആ ജന്മത്തിൽ നമ്മുടെ പ്രയത്നമൊന്നും അതിൽ വരുന്നില്ല. നമുക്ക് കിട്ടുന്ന മാതാപിതാക്കളോ ബാല്യകാലമോ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, എവിടെയാണ് ജനിക്കുന്നത്, ഇന്ത്യയിലാണോ അമേരിക്കയിലാണോ എവിടെയാണ് ജനിക്കുന്നത്, അതെല്ലാം നമ്മുടെ പൂർവ്വജന്മത്തിലെ ഈ ധർമ്മത്തിന്റെ ഫലമാണ്. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇനി ഈ മൂന്ന് പുരുഷാർത്ഥങ്ങളും, അതായത് ധർമ്മ, അർത്ഥ, കാമം, അല്ലെങ്കിൽ അർത്ഥ, കാമ, ധർമ്മം, ഇത് പൊതുവായിട്ട് പല സ്വഭാവങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇവയെ മൂന്നിനെയും കൂടെ ചേർത്തി ഒരു ഗ്രൂപ്പായിട്ട് പ്രേയസ് എന്ന് പറയും. സാധാരണ നിലയിലുള്ള എല്ലാ മനുഷ്യരുടെയും ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ മൂന്ന് കാര്യത്തിൽ പ്രേയസിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. അതിനാൽ ഇതിനെ ഭൗതിക ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽ ഗോൾസ് എന്നും പറയാം. ഇത് ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനെ മെറ്റീരിയൽ ഗോൾസ് എന്ന് പറയും. ഈ മെറ്റീരിയൽ ഗോൾസിന് പലവിധ ദോഷങ്ങളുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം ഇത് കിട്ടുന്ന വലിയ ഭാഗ്യമായിട്ടും വലിയ കാര്യമായിട്ടൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്.
എന്നാൽ അവയിൽ ഒളിഞ്ഞു കിടക്കുന്ന ദോഷങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഇപ്പം റോസ് എടുക്കുകയാണെങ്കിൽ ആ റോസിന് ഭംഗിയുണ്ട്, സ്മെല്ലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അതിന് മുള്ളുമുണ്ട്. അതുപോലെ ഇവയ്ക്കെല്ലാം ഗുണത്തോടെ ഒരുമിച്ച് തന്നെ പല ദോഷങ്ങളും ഉണ്ട്. ദോഷമിശ്രിതമാണ് ഈ പ്രേയസ്. അത് 3 വിധത്തിലാണ് ഇതിന്റെ ദോഷമുള്ളത്. ആദ്യത്തേത് അത് ബന്ധകത്വമാണ്. അതായത് അത് നമ്മളെ ബന്ധിക്കുന്നതാണ്, ബോണ്ടേജ് ഉണ്ടാക്കും. എങ്ങനെയാണ് പ്രേയസ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്? അത് 2 വിധത്തിൽ ബന്ധിപ്പിക്കും. ഒന്ന്, അതിന്റെ അഭാവം നമ്മളിൽ ഒരു ശൂന്യത ഉണ്ടാക്കും. ഉദാഹരണത്തിന് ദാരിദ്ര്യം. നമുക്ക് പണത്തിന്റെ അഭാവം ദാരിദ്ര്യമാണല്ലോ, അത് ഭയങ്കര ദുഃഖമുണ്ടാക്കും. അതുപോലെ തന്നെ പുത്രദുഃഖം, പുത്രന്മാരില്ലാത്ത ദുഃഖം തുടങ്ങി ഇതുപോലെ അതിൻ്റെ അഭാവം ഉണ്ടാക്കുന്ന ദുഃഖം. ചിലപ്പം അധികം സമ്പത്തുണ്ടാകുന്നതും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അധികമാകുന്നതും ചിലപ്പോൾ ദുഃഖത്തിന് കാരണമാകാം. രണ്ടാമത്തേത് അതൃപ്തികരത്വമാണ്. അതായത് ഇൻസേഷ്യബിലിറ്റി. എത്ര കിട്ടിയാലും മതിയാവില്ല. അർത്ഥമായാലും കാമമായാലും അത് എത്ര കിട്ടിയാലും നമുക്ക് മതി വരില്ല. ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ തൃപ്തി വരാത്ത ഒന്നാണ് ആഗ്രഹങ്ങൾ. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തതിന് വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ തീരുമില്ല. അത് തന്നെയാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത്, 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. ഇങ്ങനെ ജ്ഞാനപ്പാനയിൽ പൂന്താനം പറയുന്നുണ്ടല്ലോ, അത് തന്നെയാണിത്. മൂന്നാമത്തേതാണ് ദുഃഖമിശ്രിതത്വം. എല്ലാ ഭൗതിക സുഖങ്ങളും ദുഃഖം കലർന്നതാണ്. 3 വിധത്തിൽ ഇവ ദുഃഖം തരുന്നുണ്ട്, അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണമാകും. എന്തെങ്കിലും സുഖം നേടണമെങ്കിൽ നല്ല പരിശ്രമം വേണം. അതായത് ആർജനേ ദുഃഖം. അത് നേടിയെടുക്കാൻ ഉള്ള പരിശ്രമം, അത് ദുഃഖകാരണമാകാം. നല്ല കഷ്ടപ്പാടുണ്ടല്ലോ അതിന്. പിന്നെ സംരക്ഷണേ ദുഃഖം. അതായത് നേടിയെടുത്തവ സംരക്ഷിക്കണമെങ്കിൽ അതിലും വലിയ പരിശ്രമം വേണം. ഇപ്പോൾ ഒരാൾക്ക് ഒരു ടെന്നീസ് കളിക്കാരന് ലോക ചാമ്പ്യനാകാൻ എന്തുമാത്രം പ്രവർത്തിച്ചാലാണ് അദ്ദേഹത്തിന് അത് സാധിക്കുന്നത്. അത് സാധിച്ചു കഴിഞ്ഞാലോ, ദെൻ യു ഹാവ് ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് കോ. അത് നിലനിർത്തണം, വീണ്ടും ജയിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം അതിനും ദുഃഖമാണ്, നിലനിർത്തണമെങ്കിലും ദുഃഖമാണ്. ഇനി നേടിയെടുക്കുന്നതിലെല്ലാം ഒരിക്കൽ നശിക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അത് അതിലും വലിയ ദുഃഖത്തിന് കാരണമാകും. ഇങ്ങനെ 3 ഘട്ടങ്ങളിലും ഇത് സുഖവും ദുഃഖവും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയാണ് 4ാമത്തെ പുരുഷാർത്ഥമാണ് നമ്മുടെ മോക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രേയസ്. മറ്റു 3 കൂടെ ചേർത്ത് പ്രേയസ് എന്ന് പറയും, മോക്ഷത്തിന് ശ്രേയസ് എന്ന് പറയും. മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം? ഈ പ്രേയസിന്റെ അടിമത്വത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്തിൽ നിന്നുള്ള മോചനം. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ശ്രേയസ് 3 വിധത്തിൽ ദുഃഖം ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ഉണ്ടാക്കുന്ന ഈ ശ്രേയസിന്റെ അടിമത്വത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ പ്രേയസ് ഉണ്ടായാലും നല്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതാണ് മോക്ഷം. അപ്പം ഇതാണ് മോക്ഷം. മോക്ഷം എന്താണെന്ന് കണ്ടു. ഇനി സഹസ്രനാമം കൊണ്ട് എങ്ങനെയാണ് മോക്ഷം ഉണ്ടാകുന്നത്? അത് സഹസ്രനാമത്തിൽ പറയുന്നില്ല. ഭീഷ്മരാകപ്പാടെ പറയുന്നത് ഇതുപോലെ ജപിച്ചാൽ മോക്ഷം കിട്ടും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനെയാണ് ഈ മോക്ഷം കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് ഭീഷ്മാചാര്യർ അതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് മറ്റുള്ള സോഴ്സുകളിൽ നിന്ന് അത് കണ്ടുപിടിക്കണം. അപ്പോൾ യുധിഷ്ഠിരന്റെ 6ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഭീഷ്മര് പറഞ്ഞത്. ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, പരമാത്മാവിന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ 1000 നാമങ്ങൾ ദൃഢമായ മനസ്സോടുകൂടി സ്ഥിരം ജപിക്കുന്ന മനുഷ്യൻ സകല ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകുന്നു, അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്നു. ഈ പരമാത്മാവിനെ അറിയുക, ഭജിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭഗവത് തത്വം മനസ്സിലാക്കുക, അല്ലെങ്കിൽ അറിയുക എന്നാണ് അർത്ഥം. ലോകത്തിൽ എവിടെയും എന്ത് മഹത്വം കണ്ടാലും അത് ഭഗവാന്റെ മഹത്വമായി അറിയുക, ഭഗവാനെ വിശ്വരൂപ ഈശ്വരനായി മനസ്സിലാക്കുക. എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് അറിഞ്ഞിട്ട് ഭഗവാനെ ഭജിക്കുമ്പോൾ ആ പരമാത്മാവിന് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് തന്റെ കർമ്മങ്ങൾ ചെയ്യണം. ആ ഈശ്വര അർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക, അതാണ് ഭഗവാനെ ഭജിക്കുക എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് കൃഷ്ണൻ അർജുനനോട് ഗീതയിൽ പറഞ്ഞത്.
തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. ഇതാണ് 8-ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നത്. എല്ലാ കാലത്തും എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് തന്നെ നിന്റെ കർമ്മങ്ങൾ ചെയ്യുക. എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്താൽ നീ എന്നെ തന്നെ പ്രാപിക്കും. ഇതാണ് 8-ാം ചാപ്റ്ററിൽ പറഞ്ഞത്. ഇനി 9-ാം അധ്യായത്തിലും ഇത് തന്നെ കൃഷ്ണൻ പറയുന്നുണ്ട്. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി തദാസി യത് യസ് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. അർജുന, നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്തൊക്കെ തന്നെ ചെയ്യുന്നുവോ, ദദാസി തപസ്യസി, ഇതെല്ലാം ചെയ്യുമ്പോഴും എന്നെ തന്നെ ഓർത്തുകൊണ്ട് എന്നിൽ തന്നെ സമർപ്പിക്കണം. ഇതാണ് കൃഷ്ണൻ 9-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞത്. പിന്നെ തുടർന്ന് കൃഷ്ണൻ 8-ാമത്തെ ചാപ്റ്ററിൽ പിന്നെയും പറഞ്ഞു, മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയമ ശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാഗതാ. അതായത് എന്നെ പ്രാപിച്ച് പരമമായ സിദ്ധി ലഭിക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാകുന്നില്ല. അതായത് മോക്ഷം ആയി. അതോടെ അവരുടെ ജന്മസംസാരങ്ങൾ മുഴുവൻ തീരും. എന്നെ അനുസ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്റെ കർമ്മങ്ങളെല്ലാം, ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർ എന്നെ പ്രാപിക്കും. അങ്ങനെ എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സംസാരങ്ങളെല്ലാം തീരും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. പക്ഷെ അതിന് ഭഗവാനെ തന്നെ സർവവുമായി വിശ്വരൂപ ഭാവത്തിൽ തന്നെ ധ്യാനിക്കണം. കാണുന്നതും കാണാത്തതും എല്ലാം ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഭഗവാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന ഭാവം ഉണ്ടാകണം. അതാണ് ഭഗവാൻ 11-ാം അധ്യായത്തിൽ പറഞ്ഞ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്. ഭഗവാൻ ആ സന്ദർഭം പറയുന്നത് ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും ഇവരെ എല്ലാവരെയും ഞാൻ നേരത്തെ തന്നെ കൊന്നു നിർത്തിയിരിക്കുന്നതാണ്. നീ നിന്റെ കാര്യം ചെയ്ത്, നീ ചെയ്യേണ്ട കാര്യം ചെയ്ത്, കർത്തവ്യം നിർവഹിച്ച് അതിന്റെ മഹത്വം എടുത്തോളാനാണ് പറയുന്നത്. അതിനെ കൊല്ലുന്നതിന്റെ ഒരു കാരണമായിട്ട് നീ മാറിയിട്ട് അതിന്റെയൊക്കെ ക്രെഡിറ്റ് നിനക്ക് എടുക്കാമെന്നാ പറയുന്നത്. അപ്പോ എന്താണ് ഈ നിമിത്തമാത്രം ഭവ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിൽ ഒരു ഉപകരണമായിട്ട് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്നാ ഇപ്പൊ ഒരു ഉപകരണം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു പേന കൊണ്ട് നമ്മൾ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അത് നമ്മൾ എഴുതുന്നത് നമുക്ക് വേണ്ടതാണല്ലോ എഴുതുന്നത്, പേനയ്ക്ക് വേണ്ടതല്ല എഴുതുന്നത്. പേനയല്ല തീരുമാനിക്കുന്നത് എന്താണ് എഴുതേണ്ടതെന്ന്, ഞാനാണ് തീരുമാനിക്കുന്നത് ഞാൻ എന്താണ് പേന കൊണ്ട് എഴുതേണ്ടതെന്ന്. അതുപോലെ തന്നെ ഭഗവാന്റെ ഉപകരണമായി എന്ന് പറഞ്ഞാൽ എന്താണോ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്, ഭഗവാന് വേണ്ടത് എന്താണോ, അല്ലെങ്കിൽ ഭഗവാന്റെ കൽപ്പനകൾ, ഭഗവാന്റെ നിർദ്ദേശം എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ്. ഭഗവാൻ ധർമ്മസ്വരൂപമാണ്. ധർമ്മം എന്ന് പറയുന്നതിന്റെ ഭഗവാനാണ്. പ്രപഞ്ച നിയമങ്ങൾ ഭഗവാനാണ്. അപ്പം ആ ധർമ്മം അനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലും നാം എന്താണോ ചെയ്യേണ്ടത്, എന്താണോ ശരിയായിട്ടുള്ള കർമ്മം, നമ്മുടെ സ്വധർമ്മം എന്താണോ അത് ചെയ്യുക. അത് ഭഗവാന്റെ ഒരു ഉപകരണമായിട്ട് ചെയ്യുക എന്നുള്ള ഭാവത്തോടുകൂടി അത് ചെയ്യേണ്ടത് ചെയ്യുക. അതാണ് ഭഗവാന്റെ കയ്യിലെ ഉപകരണമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അതായത് നാം എന്ത് ചെയ്താലും ധർമാനുസരണം ചെയ്യണം, ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഭാവനയോടെ ചെയ്യണം. അതാണ് ഭഗവാൻ ആ നിമിത്തം മാത്രം ഭവ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. പിന്നെ 11-ാം അധ്യായം അവസാനിപ്പിക്കുന്നിടത്ത് ഭഗവാൻ നല്ലൊരു പ്രതിജ്ഞ തരുന്നുണ്ട്. മത് കർമ്മകൃത് മത് പരമോ മത് ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യസ്സ മാമേതി പാണ്ഡവ. അതായത്, ഹേ അർജുന, യാതൊരാൾ എന്നെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നുവോ, എന്നെ മാത്രം ലക്ഷ്യമാക്കി വിചാരിക്കുന്നുവോ, എന്നിൽ ഭക്തിയോടുകൂടി ഇരിക്കുന്നുവോ, സംഘം വിട്ടവനായിരിക്കുന്നുവോ, സർവജീവികളിലും വൈരമില്ലാത്തവൻ, അല്ലെങ്കിൽ ഒരു ജീവിയോടും ദേഷ്യമോ വൈരാഗ്യമോ ഇല്ലാത്തവനോ ആയിരിക്കുന്നുവോ, അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ എന്നെ ഉദ്ദേശിച്ച്, അല്ലെങ്കിൽ എന്നിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക, എന്നെ മാത്രം ലക്ഷ്യമായിട്ട് വിചാരിക്കണം, ഭക്തിയോടെ ഇരിക്കണം, ഒന്നിലും ഒരു സംഘം അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാവരുത്,
സർവ്വജീവികളോടും സ്നേഹത്തോട് പെരുമാറണം. ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം ഭഗവാനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു നാശവും ഉണ്ടാകില്ല എന്നും അവരുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുമെന്നും ഭഗവാൻ വാക്ക് തരുന്നുണ്ട്. 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. എന്റെ ഭക്തന്മാർ ഒരു കാലത്തും നശിക്കുന്നില്ലെന്ന് ഞാൻ നിനക്ക് വാക്ക് തരുന്നു. അതേ അധ്യായത്തിൽ അതിന് തൊട്ടു മുമ്പ് പറയുന്നുണ്ട്, അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഏകാഗ്രചിത്തനായി എന്നെ തന്നെ ചിന്തിച്ച് ഭജിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ യോഗക്ഷേമത്തെ ഞാൻ സാധിച്ചു കൊടുക്കുന്നു. യോഗക്ഷേമം എന്ന് പറയുന്നത് എന്താണ്? യോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നേടുന്നതിനാണ് യോഗം എന്ന് പറയുന്നത്. ക്ഷേമം എന്ന് പറഞ്ഞാൽ നേടിയതിനെ രക്ഷിക്കുന്നതിന്. അതായത് എന്ത് കാര്യവും നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം നേടാനും അതിനെ ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും ഞാൻ നിന്നെ സഹായിക്കും. ആരെ? ഏകാഗ്രചിത്തനായി എന്നെ തന്നെ ചിന്തിച്ച് ഭജിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തനെ. അപ്പം അങ്ങനെ ഭക്തിയോടെ ഭഗവാനെ ധ്യാനിച്ചു കഴിഞ്ഞാല് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിക്കൊള്ളും. അപ്പൊ പിന്നെ അത് തന്നെ മോക്ഷമായില്ലേ? പിന്നെ നമുക്ക് യാതൊരു ദുഃഖവും ഇല്ല, ഒരു സങ്കടവും ഇല്ല, വിഷമവും ഇല്ല, ഒന്നുമില്ല. അതാണ് ഈ ജീവിതത്തിൽ തന്നെയുള്ള മോക്ഷം. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാനെ ഭക്തിപൂർവ്വം ഭജിക്കുന്നവർക്ക് മോക്ഷം കിട്ടുന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് ഈ ഭജിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ വിശദീകരണം ഭഗവത്ഗീതയിൽ തന്നെയാണ് ഭഗവാൻ വിസ്തരിച്ച് പറയുന്നത്. എങ്ങനെ ഭജിക്കണം, ഭജിച്ചാൽ എന്താണ് പ്രയോജനം, എല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയുമല്ല, ഇതിലൊക്കെ കൂടുതൽ ശ്ലോകങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ വിസ്തരിക്കുന്നില്ല. അങ്ങനെ ഭഗവാനിൽ തന്നെ മനസ്സും ശരീരവും കർമ്മങ്ങളും എല്ലാം അർപ്പിച്ച് ധർമാനുസരണം സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ് ഭഗവാനെ ഭജിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്താൽ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന മോക്ഷമാണിത്. ഇനി വിഷ്ണു സഹസ്രനാമത്തിന്റെ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. വളരെ വിസ്തരിച്ചുള്ള ഭാഷ്യമാണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഈ പൂർവഭാഗത്തില് ആചാര്യസ്വാമികൾ എഴുതിയിരിക്കുന്നത്. സ്വാമി പറയുന്നത്, ദേവന്മാരും വേദങ്ങളും എവിടെ സ്നാനം ചെയ്തിട്ടാണോ പൂർണ്ണതയും ഏകതയും പവിത്രതയും പ്രാപിച്ചത്, ആ മാനസതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് അമരത്വത്തെ പ്രാപിക്കണം. ഇനി നദികളിൽ സരസ്വതി നദി രജോഗുണ സ്വരൂപിയാണ്. യമുനയാകട്ടെ അല്ലെങ്കിൽ കാളിന്തി തമോ ഗുണ സ്വരൂപയുമാണ്. ഗംഗ സത്വഗുണ സ്വരൂപയുമാണ്. അങ്ങനെ ഈ 3 നദികൾക്കും ഓരോ ഗുണങ്ങളുള്ളതിനുണ്ട്. അവയ്ക്കൊന്നും നിർഗുണ പരബ്രഹ്മം വരെ എത്തുവാൻ കഴിയുകയില്ല. ഗംഗയിലോ യമുനയിലോ ഒക്കെ കുളിച്ചാലും നമുക്ക് ആ നിർഗുണ പരബ്രഹ്മ സ്വരൂപത്തിൽ എത്താൻ സാധിക്കില്ല. ആത്മാവാകുന്ന നദി സംയമമാകുന്ന ജലം കൊണ്ട് നിറഞ്ഞതാണ്. അല്ലയോ പാണ്ഡുപുത്ര, നീ ആത്മാവാകുന്ന ഈ നദിയിൽ സ്നാനം ചെയ്യൂ. ശ്രീ വിഷ്ണു ഭഗവാനെ ചിന്തിക്കൽ ആകുന്നു മാനസം സ്നാനം. ഇതെല്ലാം മഹാഭാരതത്തിൽ പറയുന്നത് ശങ്കരാചാര്യർ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. സരസ്വതി രജോ രൂപ തമോ രൂപ കളിന്ദജ സത്വരൂപാ ച ഗംഗാ ച നയാന്തി ബ്രഹ്മ നിർഗുണം. അതാണ് പറയുന്നത്. സരസ്വതി രജോ ഗുണവും കാളിന്തി തമോ ഗുണവും ഗംഗ സത്വഗുണവുമുള്ളതാണ്. പിന്നെ വിഷ്ണു ഭഗവാനെ ചിന്തിക്കൽ മാത്രമാണ് മാനസം സ്നാനം. മാനസം സ്നാനം വിഷ്ണു ചിന്തനം. അങ്ങനെ വിഷ്ണു സഹസ്രനാമ പാരായണം കൊണ്ട് മോക്ഷം ലഭിക്കുമെന്ന് പുരാണങ്ങളെയും മഹാഭാരതത്തെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ആചാര്യസ്വാമികളും പറഞ്ഞു. എന്തായാലും ഈ വിധത്തിൽ സഹസ്രനാമ പാരായണവും ഈശ്വരാർപ്പണ ഭാവത്തിലുള്ള സ്വധർമാനുഷ്ഠാനവും തീർച്ചയായും നമുക്ക് മോക്ഷം തന്നെ തരും. ഓക്കെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.